Good morning to all. Last class we percentage fraction fraction percentage convert next problem. In a school, 120 children appeared for SSLC examination. 110 children qualified for higher studies. What part of the children appeared for examination qualified? Okay. That is school 120 കുട്ടികൾ SSLC examination എഴുതി അതിൽ 110 പേരും പാസ്സായി. അങ്ങനെയെങ്കിൽ അവിടെ പാസ്സായവർ എത്ര ശതമാനമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നോക്കുക. പെർസെന്റേജ് ഓഫ് വിന്നിംഗ് പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ നോക്കുക. അവിടെ വേണ്ട എന്താണ്, അവിടെ ടോട്ടൽ 110 കുട്ടികൾ പാസ്സായി. എത്രയാണ്? 120 ചിൽഡ്രൻസിൽ 110 കുട്ടികൾ പാസ്സായി. അപ്പൊ നോക്കുക, ഈ ഒരു ഫ്രാക്ഷനെ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ വിന്നിംഗ് പെർസെന്റേജ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0 ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 1100 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടി. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 91 ആൻഡ് 2/3. ഇതിനെ പെർസെന്റേജ് എന്ന് എഴുതിയാൽ, അതായത് 120 കുട്ടികളിൽ 110 പേരും SSLC എക്സാമിനേഷൻ പാസ്സായാൽ അതിൽ അതിന്റെ വിന്നിംഗ് പെർസെന്റേജ് പറഞ്ഞാൽ എന്താണ്? 91 ആൻഡ് 2/3. ഇതുപോലെയുള്ള കുറച്ച് പ്രോബ്ലങ്ങൾ നോക്കാം. There are 750 children in a school and 450 of them are girls. What is the percentage of girls? നോക്കുക, ഒരു സ്കൂളിൽ 750 കുട്ടികളുണ്ട്, അതിൽ 450 ചിൽഡ്രൻസും ഗേൾസ് ആണെങ്കിൽ അവിടെയുള്ള ഗേൾസിന്റെ പെർസെന്റേജ് എത്രയാണെന്ന് കണ്ടെത്തുക. നോക്കുക, നമ്പർ ഓഫ് ചിൽഡ്രൻ 750, നമ്പർ ഓഫ് ഗേൾസ് 450. അങ്ങനെയാണ് പെർസെന്റേജ് ഓഫ് ഗേൾസ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? ടോട്ടലിൽ ഗേൾസിനാണ് എഴുതി. അപ്പൊ ഇത്രയും പാർട്ടായിരിക്കുമല്ലോ ഉള്ളത്. 750ൽ 450 ചിൽഡ്രനും ഗേൾ ആണ്. അപ്പൊ എന്ത് എഴുതി? 450 ഡിവൈഡഡ് ബൈ 750 ഓഫ് ടോട്ടൽ ആണ് ഗേൾസ് എന്ന് പറഞ്ഞത്. അതായത് 450 ബൈ 750 ഇൻറ്റു ഈ ഫ്രാക്ഷനെ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഇൻറ്റു 100 which is equal to 60. അതായത് 60% ഓഫ് ടോട്ടൽ എന്ന് പറയുന്നതാണ് ഗേൾസ്. മനസ്സിലായോ? അതായത് നമ്മൾ ടോട്ടൽ എഴുതി, ഗേൾസിന്റെ എണ്ണം എഴുതി, പെർസെന്റ് ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ 450 ഔട്ട് ഓഫ് 750 ഓഫ് ടോട്ടൽ, അതാണ് എന്ത് ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ 450 ഔട്ട് ഓഫ് 750 ആണ്. അതിനെ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് വൺ, Rafi earns 20,000 rupees a month and he spends 6,400 rupees from this on food. What percent of his earning is this? റാഫി കഴിഞ്ഞ മാസം 20,000 രൂപ ഏൺ ചെയ്തെങ്കിൽ അതിൽ 6,400 രൂപയും ഫുഡിന് വേണ്ടി ചെലവാക്കി. അങ്ങനെയെങ്കിൽ ഫുഡിന് വേണ്ടി ചെലവാക്കിയത് അയാളുടെ ഏണിംഗിന്റെ എത്ര പെർസെന്റ് ആണ്? റാഫി is earning 20,000. Expense for food, ഫുഡിന് വേണ്ടി ചെലവാക്കിയത് 6,400. അതാണ് പെർസെന്റേജ് ഓഫ് ഫുഡ് എക്സ്പെൻസ്. ടോട്ടലിൽ എത്രയാണ് ഫുഡിന് വേണ്ടി ചെലവാക്കിയത്? അതായത് 6,400 divided by 20,000 ചെലവാക്കിയത് ഡിവൈഡ് ബൈ ടോട്ടൽ ഏണിംഗ് ഇൻറ്റു 100 which is equal to സിംപ്ലിഫൈബിൾ 32 എന്ന് കിട്ടും. 32%. അതായത് അയാളുടെ ഏണിംഗിന്റെ 32% ആണ് ഫുഡിന് വേണ്ടി ചെലവാക്കിയത്. നെക്സ്റ്റ് വൺ, ജമീലാസ് സാലറി വാസ് 20,000 rupees last month and 21,000 rupees this month. By what percent has the salary increased? ഓക്കെ, ജമീലയുടെ കഴിഞ്ഞ മാസം സാലറി 20,000 രൂപയായിരുന്നു. ഈ മാസം അത് 21,000 ആയി. അങ്ങനെയെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് ഇൻക്രീസ് ചെയ്തത്? Jamila's last month salary 20,000, this month salary 21,000, increase എത്രയായിരുന്നു? 1,000. അപ്പൊ എത്രയാണ് ഇൻക്രീസ് ആയെന്നാണ് ചോദിച്ചത്. അപ്പോൾ പെർസെന്റ് ഓഫ് ഇൻക്രീസ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ലാസ്റ്റ് മന്ത് സാലറിയുടെ വെച്ചിട്ടാണ് എത്രയാണ് ഇൻക്രീസ് ആയെന്ന് നോക്കുന്നത്. ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ലാസ്റ്റ് മന്ത് സാലറി ഇൻറ്റു 100 which is equal to 5%. അതായത് 5% ആണ് ജമീലയുടെ സാലറിയിൽ ഇൻക്രീസ് ഉണ്ടായത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓഫ് 600 grams of sugar 500 grams is used up. What percent is left? Okay. Sugar left എത്രയാണ്? 100 gram ആണ്. അതായത് 600 ഗ്രാമിൽ 100 ഗ്രാം യൂസ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ പെർസെന്റ് ഓഫ് ഷുഗർ ലെഫ്റ്റ്, അതായത് 100 ബൈ 600 ഓഫ് ടോട്ടൽ. ശരിയല്ലേ? 100 ഗ്രാം, 600ൽ 100 ഗ്രാം ആണ് മിച്ചമുള്ളത്. അതായത് 1/6 ഓഫ് ടോട്ടൽ. ഈ 1/6ന്റെ പെർസെന്റേജ് കൺവേർട്ട് ചെയ്ത് എഴുതാൻ മതി. 1/6 ഇൻറ്റു 100 ചെയ്യുക ഓഫ് ടോട്ടൽ. അതായത് 16/2/3% ഓഫ് ടോട്ടൽ. ടോട്ടലിന്റെ 16 ആൻഡ് 2/3% ആണ് ബാക്കിയുള്ളത്. ഓക്കെ, next one, the sides of a square are increased by 10% to make a larger square. By what percent is the area increased? Okay, ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് 10% ഇൻക്രീസ് ചെയ്ത് വലിയൊരു സ്ക്വയർ ഉണ്ടാക്കി. അങ്ങനെയെങ്കിൽ ആ സ്ക്വയറിന്റെ ഏരിയയ്ക്ക്
എന്തുമാത്രം ഇൻക്രീസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അതായത് ഒരു സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ 10% ഇൻക്രീസ് ചെയ്ത് വലിയൊരു സ്ക്വയർ ഉണ്ടാക്കി, അങ്ങനെയെങ്കിൽ ആദ്യത്തെ സ്ക്വയറിനേക്കാൾ എത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്ത ഏരിയ ഇൻക്രീസ് ചെയ്ത ഒരു സ്ക്വയർ ആണ് നമുക്ക് രണ്ടാമത് കിട്ടുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ സ്ക്വയറിന്റെ സൈഡ് അറിയാത്തതുകൊണ്ട് നമ്മൾ സ്ക്വയറിന്റെ ഒരു സൈഡ് 100 സെന്റിമീറ്റർ ആയിട്ട് അങ്ങ് എടുക്കുന്നു. അതായത് നമ്മൾ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സൈഡ് ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് 100 സെന്റിമീറ്റർ എന്ന് എടുത്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ അന്നേരം ഏരിയ എന്തായിരിക്കും? ഏരിയ ഈസ് ഈക്വൽ ടു 100 into 100 which is equal to 10,000 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, ഇനി സൈഡ് ഓഫ് ന്യൂ സ്ക്വയർ, അതെന്താന്നാ പറഞ്ഞേ? ആദ്യത്തെ സ്ക്വയറിനേക്കാൾ 10% ഇൻക്രീസ് ചെയ്തെന്നാ പറഞ്ഞേ അല്ലേ? അതായത് 110% ഓഫ് 100, ശരിയല്ലേ? ആദ്യത്തെ സ്ക്വയറിന്റെ 100 സെന്റിമീറ്റർ ആയിരുന്ന സൈഡ് അതിനേക്കാൾ 10% കൂട്ടി, അതായത് 110 divided by 100 into 100 which is equal to 110 സെന്റിമീറ്റർ, അതായത് 110 സെന്റിമീറ്റർ ആണ് പുതിയ സ്ക്വയറിന്റെ സൈഡ്. അപ്പൊ ഏരിയ ഓഫ് ന്യൂ സ്ക്വയർ എന്ത് വരും? 110 into 110 which is equal to 12,100 സ്ക്വയർ സെന്റിമീറ്റർ. 12,100 സ്ക്വയർ സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ ഇൻക്രീസ് ദ ഏരിയ. എന്തുമാത്രമാണ് ഏരിയ ഇൻക്രീസ് ചെയ്തത്? 2,100 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ ഇൻക്രീസ് ചെയ്തു. ഇനി പെർസെന്റ് ഓഫ് ഇൻക്രീസ്, അതായത് 2,100 ഇൻക്രീസ് ചെയ്ത ഏരിയ ഡിവൈഡ് ബൈ എത്രയിൽ നിന്നാണ്? 10,000 നിന്നാണ് ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, ഡിവൈഡ് ബൈ 10,000 into 100 which is equal to 21%. ഇൻക്രീസ് ചെയ്ത ഏരിയ എന്താണ്? 21%. ഓക്കെ, ഇങ്ങോട്ട് പറയാം. സ്ക്വയറിന്റെ ഒരു സൈഡ് അറിയത്തില്ല, അതാണ് നമ്മൾ 100 സെന്റിമീറ്റർ എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയെങ്കിൽ ആ ഏരിയ എന്തായിരിക്കും? 10,000 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. ഇനി പുതിയ സ്ക്വയറിന്റെ ഏരിയ ആദ്യത്തേക്കാൾ 10% ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞു, അതായത് 110% of 100 which is equal to 110 സെന്റിമീറ്റർ. അഗൈൻ പുതിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിച്ചു, 12,100 സ്ക്വയർ സെന്റിമീറ്റർ. ഇൻക്രീസ് ചെയ്ത ഏരിയ എന്താണ്? 2,100 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 100 സ്ക്വയർ സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ പെർസെന്റ് ഓഫ് ഇൻക്രീസ് 2,100 divided by 10,000 into 100 which is equal to 21%. ആദ്യത്തെ സ്ക്വയറിനേക്കാൾ 21% ഇൻക്രീസ് ചെയ്ത സ്ക്വയർ ആണ് രണ്ടാമത്. ഏരിയ 21% ഇൻക്രീസ് ഉള്ള, ആദ്യത്തെ സ്ക്വയറിനേക്കാൾ 21% കൂടുതൽ ഏരിയ ഉള്ള സ്ക്വയർ ആണ് രണ്ടാമത്തെ. ഓക്കെ, അതായത് ഒരു സ്ക്വയറിന്റെ സൈഡ് 10% ഇൻക്രീസ് ചെയ്ത് വലിയൊരു സ്ക്വയർ ഉണ്ടാക്കിയാൽ ആദ്യത്തെ സ്ക്വയറിനേക്കാൾ 21% ഏരിയ ഇൻക്രീസ് ചെയ്ത സ്ക്വയർ ആയിരിക്കും നമുക്ക് ആ രണ്ടാമത് കിട്ടുന്ന വലിയ സ്ക്വയറിന്റെ. ഓക്കെ, അതായത് സൈഡ് 10% ഇൻക്രീസ് ചെയ്താൽ ഏരിയ 21% ഇൻക്രീസ് ചെയ്യും. Ajay's salary is 25% more than Vijay's salary. By what percent of Ajay's salary is Vijay's salary less? Okay. അജയന്റെ സാലറി എന്ന് പറയുന്നത് വിജയന്റെ സാലറിയേക്കാൾ 25% കൂടുതലാണ്. അങ്ങനെയെങ്കിൽ അജയന്റെ സാലറിയേക്കാൾ എത്ര പെർസെന്റേജ് കുറവാണ് വിജയന്റെ സാലറി? ഓക്കെ, അതായത് അജയൻ സാലറി 25% more than വിജയൻസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അജയന്റെ സാലറി വിജയന്റെ സാലറിയേക്കാൾ 25% കൂടുതലാന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? വിജയന്റെ സാലറി എടുക്കാൻ പോകും. വിജയൻ സാലറി 100 രൂപയായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക, 100 rupees. അങ്ങനെയെങ്കിൽ അജയൻസ് സാലറി എന്ത് വരും? 125 rupees. ഓക്കെ, വിജയൻസ് salary 100 by 125 part of Ajay's salary. ശരിയല്ലേ? വിജയന്റെ സാലറി എന്ന് പറയുന്നത് അജയന്റെ സാലറിനെ 125 ഡിവൈഡ് ചെയ്താൽ 100 പാർട്സ് അല്ല, അതായത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? വിജയൻ സാലറി ഈസ് 100 by 125 പാർട്സ് ഓഫ് അജയൻ സാലറി. അജയന്റെ സാലറി 125 പാർട്സ് ആക്കിയാൽ അത് 100 പാർട്സ്, ശരിയല്ലേ? വിജയന്റെ സാലറി 100 അല്ലേ? അജയന്റെ സാലറി 125 അല്ലേ? ഓക്കെ,
ഇനി ഇതിന്റെ പെർസെന്റേജ് നോക്കാം. ഇറ്റ്സ് പെർസെന്റേജ്. പിന്നെ പെർസെന്റേജ് കൺവേർട്ട് ചെയ്യാൻ എന്ത് വരും? 100/125 into 100 which is equal to 80% എന്ന് വന്നു. അതായത് വിജയന്റെ സാലറി എന്ന് പറയുന്നത് അജയന്റെ സാലറിയുടെ എത്ര ശതമാനമാണ്? 85% ആണ്. അപ്പൊ എത്ര ലെസ് ആണ്? അതായത് ഇറ്റ് ഈസ് 20% ലെസ് ദാൻ അജയൻസ് സാലറി. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ പറയാം. അജയന്റെ സാലറി എന്ന് പറയുന്നത് വിജയന്റെ സാലറിയേക്കാൾ 25% കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വിജയന്റെ സാലറി 100 രൂപ എന്ന് എടുത്തു. അങ്ങനെയെങ്കിൽ അജയന്റെ സാലറി എത്രയായിരിക്കും? 125 rupees ആയിരിക്കും. ഇനി വിജയൻ സാലറി ഈസ് 100/125 പാർട്സ് ഓഫ് അജയൻ സാലറി. ശരിയില്ല, അജയന്റെ സാലറിനെ 125 പാർട്സ് ആക്കിയാൽ അതിൽ 100 പാർട്സ് അല്ലേ? അജയന്റെ സാലറി എത്രയാ? 125. അതിനെ 125 ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 1 കിട്ടും. അങ്ങനെയുള്ള 100 പാർട്സ് ചെയ്യുന്നല്ലേ? എന്താ പറയുക, അതിനെ എന്താണ് ഫ്രാക്ഷണൽ പാർട്ട് ആക്കിയാൽ എന്ത് പറയും? 100/125 പാർട്സ് ഓഫ് അജയൻ സാലറി ഈസ് വിജയൻ സാലറി. ഓക്കെ, അങ്ങനെയെങ്കിൽ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്താലോ? 100/125 into 100, അതായത് 80%. അതായത് 80% ഓഫ് അജയൻ സാലറി ആണ് വിജയന്റെ സാലറി. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ എന്ത് പറയാം? ഇറ്റ് ഈസ് 20% ലെസ്. അജയന്റെ സാലറിയേക്കാൾ 20% കുറവാണ് ആരുടെ? വിജയന്റെ സാലറി. ഓക്കെ, എക്സ്പ്രസ് ദ പെർസെന്റ് ഈച്ച് ഫ്രാക്ഷൻ ബിലോ ഇൻഡിക്കേറ്റ്സ്. താഴെ തന്നിരിക്കുന്ന ഓരോ ഫ്രാക്ഷനെയും പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ 3/8. അതിന്റെ പെർസെന്റേജ് കൺവേർട്ട് ചെയ്താൽ മതി. ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വന്നു? ഓക്കെ, 3/8 into 100, 300 divided by 8 which is equal to 37 and 4/8, അല്ലെങ്കിൽ 37 and 1/2%. 7/20. 7/20 into 100, 70/2, 35%. Next one 2/3. 2/3 is equal to 2/3 into percentage load convert ചെയ്താൽ 200/3, 66 and 2/3%. 28/25 which is equal to 28/25 into 100, 112%. Next one 2/3. 2/3 is equal to 7/3, which is equal to 7/3 into 100, 700/3, and 233 and 1/3%. What is the difference between 40% of 60 and 60% of 40? 40% of 60 equal to 40/100 into 60, which is equal to 24. 60% of 40, which is equal to 60/100 into 40, which is again is equal to 24. അതായത് 40% of 60 ഉം 60% of 40 എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആണ്. അപ്പോൾ ഡിഫറൻസ് എന്താണ്? There is no difference. Next one, in a school there are 1240 children and 30% of them are girls. How many boys are there in the school? ഒരു സ്കൂളിൽ 1240 ചിൽഡ്രൻ ഉണ്ട്. അതിൽ 30% ഗേൾസ് ആണെങ്കിൽ ബോയ്സിന്റെ എണ്ണം എന്താണ്? ഓക്കെ, ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 1240% ഓഫ് ഗേൾസ് എന്താണ്? 30%. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് പറയാം? പെർസെന്റ് ഓഫ് ബോയ്സ് എന്താണ്? 70%. അതായത് നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു 70/100. 70% ഓഫ് ടോട്ടൽ ആണ് 1240, which is equal to 868. അതായത് ആ ക്ലാസ് സ്കൂളിലെ ബോയ്സിന്റെ എണ്ണം എത്രയാണ്? 868. If 40% of 20 is added to 30% of 50, we get 50% of a number. What is the number?
ഓക്കെ, നോക്കാം. എന്താ പറഞ്ഞേ, ഒരു നമ്പറിന്റെ 20യുടെ 40%ഉം 50യുടെ 30%ഉം ആഡ് ചെയ്തപ്പോൾ നമുക്ക് വേറൊരു നമ്പറിന്റെ 50% കിട്ടി. അല്ലെങ്കിൽ ആ നമ്പർ ഏതാണ് നോക്കുക. 40% ഓഫ് 20 plus 30% of 50 is equal to 50% of a number. ഇതാണ് ക്വസ്റ്റ്യൻ തന്നത്. അപ്പൊ നോക്കുക, 40% of 20 എന്ന് പറഞ്ഞാൽ എന്താണ്? 40/100 into 20 plus 30/100 into 50 is equal to 50/100 into number. നമ്പറിനെ നമ്പർ തന്നെ എടുക്കും. അങ്ങനെ എന്താ പറയാ, 8 plus 15 is equal to 1/2 into number. Okay, അങ്ങനെയാണെങ്കിൽ 23 is equal to 1/2 into number. അങ്ങനെ എന്ത് പറയാം, number is equal to 23 into 2 46. അതായത് ഇവിടെ ആ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, 46 ആണ്. 23% of a number is 69. What is the number? 23% of a number equal to 69. അതായത് 23/100 into a number is equal to 69. അതായത് number is equal to 69 into 100 divided by 23, which is equal to 300. നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, 300 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, 10% of a number is 1.5. What is the number? The same question ആണ്. 10% of a number is equal to 1.5. അങ്ങനെയെങ്കിൽ 10/100 into number is equal to 1.5. അങ്ങനെയാണെങ്കിൽ number is equal to 1.5 into 100 divided by 10. എന്ത് വന്നു, 15. നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, 15 ആണ്. നെക്സ്റ്റ് വൺ, the price of an article was 1800 rupees last month. The price is reduced by 10% this month. The shopkeeper says this price would be increased by 10% next month. What would be the price next month? ഒരു ആർട്ടിക്കിളിന്റെ കഴിഞ്ഞ മാസത്തെ വില എന്ന് പറയുന്നത് 1800 rupees ആണ്. ഈ മാസം അത് 10% ഡിക്രീസ് ചെയ്തു. പക്ഷെ ആ കടക്കാരൻ പറഞ്ഞു അടുത്ത മാസം നമുക്ക് 10% ഇൻക്രീസ് ചെയ്ത് വിൽക്കണം. അങ്ങനെയെങ്കിൽ അടുത്ത മാസത്തെ വില എന്താണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ ഇൻ ദ ലാസ്റ്റ് മന്ത്. $1,800. See, price of article in this month. Okay, ഈ മാസത്തെ ആർട്ടിക്കിൾ എത്രയായിരിക്കണം, കഴിഞ്ഞ മാസത്തെ ആർട്ടിക്കിളിനേക്കാൾ 10% കുറവാന്ന് പറഞ്ഞു. അതായത് പറയാം, കഴിഞ്ഞ മാസത്തെ ആർട്ടിക്കിളിന്റെ 90% ആവും. 90% ഓഫ് പ്രൈസ് ഓഫ് ലാസ്റ്റ് മന്ത്. ഓക്കെ, അപ്പൊ എന്ത് പറയാം, 90/100 into 1800. അപ്പൊ എന്താണ്, 1680. ഓക്കെ, അപ്പൊ കഴിഞ്ഞ മാസം ഇപ്രാവശ്യത്തെ മാസത്തെ ആർട്ടിക്കിൾ വില എന്താണ്, 1680. ഇനി പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ ഇൻ ദ നെക്സ്റ്റ് മന്ത്, അടുത്ത മാസത്തെ വില എന്താന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ 10% ഇൻക്രീസ് ചെയ്ത് വിൽക്കണം. അതായത് 110% ഓഫ് 1680. ഈ മാസത്തെ വിലയേക്കാൾ 10% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ മാസം 10% ഡിക്രീസ് ചെയ്തപ്പോൾ 90% ഓഫ് ലാസ്റ്റ് മന്ത്, ശരിയല്ലേ? ഇപ്രാവശ്യം എന്തായിട്ട് 10% കൂട്ടുക എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, 110% ഓഫ് 1680. അതായത് 110 divided by 100 into 1680, which is equal to എന്ത് വന്നു, 1782 rupees. ഓക്കെ, ഇവിടെ പറയാം, കഴിഞ്ഞ മാസത്തെ ആർട്ടിക്കിളിന്റെ വില 1800, ഈ മാസത്തെ 10% ഡിക്രീസ് ചെയ്തു. അതായത് 90% ഓഫ് 1800, അതാണ് 1680. അടുത്ത മാസം എന്താണ്, ഈ മാസത്തെ വിലയേക്കാൾ 10% ഇൻക്രീസ് ചെയ്യണം. അപ്പൊ എന്തായിട്ട് മാറി, 110% ഓഫ് 1680. അത് സിംപ്ലിഫൈ എന്ത് കിട്ടും, 1782.
Next one, Kannan has 600 rupees. He gave 50% of this to Thomas. Thomas gave 33 and 1/3% of what he got to Hamza. How much did Hamza get? Okay. കണ്ണന്റെ കയ്യിൽ 600 രൂപയുണ്ട്. അവൻ അതിന്റെ 50% തോമസിന് കൊടുത്തു. തോമസ് അതിന്റെ 33 and 1/3% ഹംസയ്ക്ക് കൊടുത്തു. അങ്ങനെ ഹംസയ്ക്ക് എത്ര രൂപ കിട്ടി? ഓക്കെ, അപ്പൊ എന്ത് എഴുതാം? ദ മണി തോമസ് ഗേവ്. തോമസിന് എഴുതാൻ എത്രയാണ്? കണ്ണന്റെ എഴുതാൻ എത്രയായിരുന്നു? 600. അതിന്റെ 50% അല്ലേ? അപ്പൊ 50% ഓഫ് 600 എന്ത് വന്നു? 50/100 into 600, 300 rupees. തോമസിന് കിട്ടുന്ന എമൗണ്ട് 300. അങ്ങനെയെങ്കിൽ ദ മണി ഹംസ ഗെറ്റ്. $33 and 1/3% of 300. അതായത് 100/3% of 300. 100/3 into 1/100 into 300 ആണ്. ഈ 1/100 വന്ന എവിടെയാ? ഈ പെർസെന്റേജിനെ മാറ്റുമ്പോൾ into 1/100 വന്നു. അപ്പൊ എന്ത് വന്നു? 300 divided by 3 which is equal to 100. ഹംസ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 100. തോമസിന് കിട്ടുന്നത് 50% ഓഫ് 600. അപ്പൊ എത്ര 300 കിട്ടി. ഇനി ഹംസക്ക് കിട്ടുന്ന എത്രയാണ്? 33 and 1/3% ഓഫ് 300. 33 and 1/3 ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി 100/3% ഓഫ് 300. ഇനി 100/3 എന്നുള്ള പെർസെന്റേജ് മാറ്റാൻ എന്ത് ചെയ്തു? into 1/100 മൾട്ടിപ്പിൾ. അപ്പൊ 100/3 into 1/100. 100 ക്യാൻസൽ ആയി. 1/3 into 300. 1/3 into 300 300/3. അത് എത്രയാണ്? 100 rupees. Okay. In class 7 passed the math exam. Details of grades are given below. A grade കിട്ടിയത് 40%, B grade കിട്ടിയത് 30%, C grade കിട്ടിയത് 25%, D grade കിട്ടിയ പെർസെന്റ് രീതിയിൽ പക്ഷേ കുട്ടികളുടെ എണ്ണം അറിയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അതാണ് ചോദിച്ചത്. ഓക്കെ, ഇതാണ് ടേബിള്. നോക്കുക, ഇവിടെ ഡി ഗ്രേഡ് കിട്ടിയ പെർസെന്റ് അറിയത്തില്ല. നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? 40 + 30 70, 70 + 25 5. 5% ആണ് 9 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ടോട്ടൽ കുട്ടികളുടെ എണ്ണത്തിന്റെ 5% ആണ് 9. അങ്ങനെയെങ്കിൽ എന്ത് പറയാം? 5% ഓഫ് ടോട്ടൽ, ആകെ കുട്ടികളുടെ എണ്ണമാണ് ടോട്ടൽ എന്ന് പറയുന്നത്. എത്രയാണത്? 5% ഓഫ് ടോട്ടൽ ഈസ് ഈക്വൽ ടു 9. ആ കുട്ടികളിൽ 5% പേർക്കാണ് ഡി ഗ്രേഡ് കിട്ടിയത്. അപ്പൊ എന്ത് പറയാം? 5/100 into ടോട്ടൽ ഈസ് ഈക്വൽ ടു 9. അപ്പൊ എന്ത് പറയാം? ടോട്ടൽ ഈസ് ഈക്വൽ ടു 9 into 100 divided by 5. ശരിയല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 900 divided by 5 which is equal to 180. അപ്പൊ ആകെ കുട്ടികളുടെ എണ്ണം എന്താണെന്ന് കിട്ടി? 180. ഇനി നോക്കുക, അതിലെ 40% എന്താണ്? എ ഗ്രേഡ് ആണ്. അപ്പൊ എന്ത് എഴുതാം? 40/100 into 180 എത്ര വരും? 72. ഇനി 30% ബി ഗ്രേഡ് ആണ്. 30/100 into 180 അപ്പൊ എന്ത് വന്നു? 54. നെക്സ്റ്റ് 25/100 into 180 അപ്പൊ എന്ത് വന്നു? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 45. നോക്കുക, ഇങ്ങനെയാണ് വരുന്നത്. ഇതിനെ നോക്കി ഈ പ്രോബ്ലം ചെയ്യേണ്ട ആദ്യം നമ്മൾ എന്തെങ്കിലും വിളിച്ചു ഡി കിട്ടിയ എത്ര പെർസെന്റ് എന്ന് തന്നിട്ടില്ല. അപ്പൊ നോക്കി ബാക്കി 3 കൂട്ടുമ്പോൾ 95 കിട്ടുമ്പോൾ ഡി കിട്ടിയ എത്രയാണ്? 5% ആണ്. ഇനി നോക്കുക, 5% സ്റ്റുഡൻസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 സ്റ്റുഡൻസ് ആണ്. 9 സ്റ്റുഡൻസിനാണ് ഡി ഗ്രേഡ് കിട്ടിയത്. അതായത് ടോട്ടലിന്റെ 5% ആണ് 9 എന്ന് പറയുന്നത്. ശരിയല്ലേ? 5% ഓഫ് ടോട്ടൽ ഈസ് ഈക്വൽ ടു 9. ആ ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ 5% ആണ് 9 എന്ന് പറയുന്നത്. അതായത് 5/100 ഓഫ് ടോട്ടൽ ഈസ് ഈക്വൽ ടു 9. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ 7ാം ക്ലാസ്സിലാകെ 180 കുട്ടികളുണ്ട്. ഇനി അതിൽ 40% എ ഗ്രേഡ് കിട്ടി. അതായത് 40/100 into 180 is equal to 7. എന്ത് കിട്ടും? It is equal to 72. Next 30% of 180 is equal to 54. 25% of 180 is equal to 45. Then totally എല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 180 കിട്ടും. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100 കിട്ടും. ശരിയല്ലേ?
ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോബ്ലങ്ങളും നോക്കുക. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? എന്താണ് പെർസെൻറ്റേജ് എന്നും എങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും ഇനി എങ്ങനെയാണ് പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കണമെന്നും ഫ്രാക്ഷനെ തിരിച്ച് പെർസെൻറ്റ് ആക്കണമെന്നൊക്കെ കണ്ടു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.